എല്ലാവർക്കും നമസ്കാരം. പാഠഭാഗം എല്ലാവരും നന്നായി വായിച്ചു കാണുമല്ലോ. മലാലയുടെ സ്പീച്ച് നിങ്ങൾ ഒരു 10 പ്രാവശ്യമെങ്കിലും വായിക്കണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വായിച്ചു കാണുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ UN ജനറൽ അസംബ്ലിയിൽ മലാല നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു വീഡിയോ കൂടി ടീച്ചർ ഇട്ടിരുന്നു. അതെല്ലാവരും കണ്ടല്ലോ അല്ലേ? ഒരു പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ആ സ്പീച്ചിലൂടെ നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചു. എത്ര കോൺഫിഡൻസോട് കൂടിയാണ് ആ കുട്ടി ആ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് അല്ലേ? ഒരു പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഓരോ വാക്കുകളുടെ പ്രയോഗവും നോക്കുക. പ്രസംഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് ഏറ്റവും മഹത്തരമായിരിക്കണം. അപ്പം ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവാണ്. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇനിയും ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പാഠഭാഗത്ത് വരുന്ന പ്രധാന വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓണറബിൾ, ആദരണീയമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ. മൊമെന്റ്, എ പോയിന്റ് ഓഫ് ടൈം, നിമിഷം. എക്സ്പെക്റ്റ്, വെയിറ്റ്, പ്രതീക്ഷിക്കുക. റിക്കവർ, റീഗെയിൻ, വീണ്ടെടുക്കുക. ഇന്നസെന്റ്, നോട്ട് ഗിൽറ്റി, നിഷ്കളങ്കയായ. എൻകറേജ്, ഇൻസ്പയർ, പ്രോത്സാഹിപ്പിക്കുക. സ്ട്രെങ്ത്, പവർ, ശക്തി. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ. സ്ട്രഗിൾ, ഫൈറ്റ്, എതിർപ്പുകളെ നേരിടുക. ഗോൾ, ലക്ഷ്യം. ഇൻജുർ, ഹർട്ട്, പരിക്ക് പറ്റുക. റിയലൈസ്, മനസ്സിലാക്കുക. മൈറ്റ്, പവർ, ശക്തി. സോർഡ്, വാൾ. എക്സ്ട്രീമിസ്റ്റ്, തീവ്രവാദി. ഫ്രൈറ്റൻ, ഭയപ്പെടുത്തുക. ടെററിസം, ഭീകരപ്രവർത്തനം. കൺഫ്ലിക്റ്റ്, സ്ട്രഗിൾ, കലഹം. വിക്ടിം, വൺ ഹു സഫേഴ്സ് സിവിയർ ഇഞ്ചുറി ഫ്രം അനദർ, ഇര. പോവർട്ടി, സ്റ്റേറ്റ് ഓഫ് ബീയിങ് പുവർ, ദാരിദ്ര്യം. ഇഗ്നറൻസ്, അജ്ഞത. ഇൻജസ്റ്റിസ്, അനീതി. റാസിസം, വർഗവിവേചനം. ഡിപ്രൈവ്, നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ നിഷേധിക്കുക. ഫോക്കസ്, പ്രവർത്തന കേന്ദ്രം. അൺഅക്സെപ്റ്റബിൾ, അസ്വീകാര്യമായ. വയലൻസ്, അക്രമം. ബ്രൂട്ടലി, മൃഗപ്രായമാക്കുക അല്ലെങ്കിൽ അതിക്രൂരമായി, നിഷ്ഠൂരമായി എന്നൊക്കെ പറയാം. പ്രിജുഡിസ്, പ്രീ ജഡ്ജ്മെന്റ്, മുൻവിധി. ക്രീഡ്, മതവിശ്വാസം. എംബ്രേസ്, ടേക്ക് ഇൻ ദി ആംസ്, പുണരുക. പൊട്ടന്റ്, പവർഫുൾ, ശക്തിയുള്ള. വേജ്, ശപഥം ചെയ്യുക. ഇവിടെ വേജ് എന്ന് പറഞ്ഞാൽ ശപഥം ചെയ്യാം, നമുക്ക് ശപഥം ചെയ്യാം. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ. ഇത് നന്നായി നോക്കി മനസ്സിലാക്കുക, എഴുതിയെടുക്കുക. ഇനി പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് നോക്കുക. ആക്ടിവിറ്റി 1, ഈച്ച് സെന്റൻസ് given below is followed by 3 statements. One of them is directly related to the sentence. Put a tick mark against the appropriate statement. ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസുമായി ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റ്, 3-4 സ്റ്റേറ്റ്മെന്റുകളും അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നു. അതിൽ ഏറ്റവും അനുയോജ്യമായ സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മലാല ഡേ ഈസ് ദ ഡേ ഓഫ്, അവിടെ തന്നിട്ടുണ്ട്. എ, മലാല ഹെർസെൽഫ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, എവ്രി വുമൺ, എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ ഹു ഹാവ് റേസ്ഡ് ദെയർ വോയിസ് ഫോർ ദെയർ റൈറ്റ്സ്. ആ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ഏറ്റവും കൂടുതൽ യോജിക്കുക? നമ്മുടെ പാഠഭാഗം ശ്രദ്ധിച്ചാൽ മതി. ആ പാഠഭാഗത്ത് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പേജ് നമ്പർ 62 നോക്കാം. മലാല ഡേ ഈസ് നോട്ട് മൈ ഡേ. ടുഡേ ഈസ് ദ ഡേ ഓഫ് എവ്രി വുമൺ, എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ ഹു ഹാവ് റേസ്ഡ് ദെയർ വോയിസ് ഫോർ ദെയർ റൈറ്റ്സ്. അപ്പോൾ അവിടെ ഏതാ യോജിക്കുന്നത്?
every woman, every boy and every girl who have raised their voice for their rights. അതാണ് കറക്റ്റ് ഉത്തരം. അടുത്തത് നോക്കാം. According to Malala, one of our powerful weapon is the sword, the pen, the gun. ഏതാണ് അത് വരിക? The pen. ആ ഭാഗം പാഠഭാഗത്ത് എവിടെ പറഞ്ഞിരിക്കണേന്ന് നോക്കാം. പേജ് നമ്പർ 64 നോക്കുക. ഏറ്റവും ലാസ്റ്റ് സെന്റൻസ്, let us pick up our books and pens. They are our most powerful weapons. സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്യുക. ടെസ്റ്റിൽ അത് മാർക്ക് ചെയ്യുക. നോട്ടിലേക്ക് എടുത്ത് എഴുതുക. മൂന്നാമത്തെ സെന്റൻസ് നോക്കാം. മലാല ഈസ് ഫോക്കസിങ് ഓൺ വിമൻസ് റൈറ്റ്സ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ ബിക്കോസ് 3 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. They are suffering the most. They are very powerful. They are the major group in the society. ഇതിലേതാണ് യോജിച്ചു വരിക? They are suffering the most. പാഠഭാഗത്ത് ഇത് പറയുന്നുണ്ട്. അതെവിടെയാന്ന് നമുക്ക് നോക്കാം. പേജ് നമ്പർ 63. Dear fellows, today I am focusing on women's rights and girls' education because they are suffering the most. അപ്പോൾ ആ സെൻറ്റൻസിന് അനുയോജ്യമായ ഭാഗ സ്റ്റേറ്റ്മെൻറ്റ് ഏതാന്ന് കിട്ടിയില്ല. ബിക്കോസ് ദേ ആർ സഫറിങ് ദി മോസ്റ്റ്. അതെടുത്ത് എഴുതുക. നാലാമത്തെ നോക്കാം. മലാല സ്പീക്സ് ഫോർ ഹെർസെൽഫ്, നോട്ട് ഫോർ ഹെർസെൽഫ് ബട്ട് ഫോർ ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ്, ഫോർ ഹെർ കൺട്രി. ഫോർ ഹെർ ഹെർസെൽഫ് അല്ല, അവൾക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്. ഫോർ ഹെർ കൺട്രിയുമല്ല. അപ്പോൾ ഏതായിരിക്കും? ബി ആണ് അല്ലേ. നോട്ട് ഫോർ ഹെർസെൽഫ് ബട്ട് ഫോർ ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ്. ആക്ടിവിറ്റി 2 നോക്കുക. റീഡ് ദി ഫോളോയിങ് ഫേമസ് കോട്ട്സ്. Education is the most powerful weapon which you can use to change the world. Mandela. Terrorism has no nationality, no religion. Vladimir Putin. Always remember, you have within you the strength, the patience and the passion to reach for the stars to change the world. Harriet Tubman. Men are from earth. Women are from earth. Deal with it. ജോർജ് കാർലിൻ. അപ്പോൾ ഇവിടെ കുറച്ച് പ്രധാന വ്യക്തികളുടെ കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. Now read Malala's words in the circles given below. Try to pick out the quotes which carry similar ideas to that of Malala's words from the balloons. Write the name of the person who has made the corresponding quotes in the box given. ഇവിടെ മലാല കൊടുത്തിട്ടുണ്ട്. പദസൂചിയും പോലെ വേഡ് വെബ് പോലെ കൊടുത്തിരിക്കുകയാണ്. മലാല നടുക്ക്, ബാക്കിയുള്ള മലാലയുടെ വേർഡ്സ് മുഴുവൻ ഇങ്ങനെ ചുറ്റിനും സർക്കിൾസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് മുകളിൽ കുറച്ച് മഹത് വ്യക്തികളുടെ കോട്ട്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോട്ട്സിനോടും മലാലയുടെ കോട്ട്സും തമ്മിൽ യോജിച്ചു വരുന്നത് ഏതാന്ന് കണ്ടെത്തുക. പാഠഭാഗം നന്നായി വായിച്ചാലേ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി കോട്ട്സ് ഏതാണ്, അനുയോജ്യമായി വരുന്ന കോട്ട്സ് ഏതാണെന്ന് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ മലാല ആ സ്പീച്ചിലൂടെ പറയുന്ന ഓരോ കോട്ട്സും മഹത്തരമായ വാക്കുകളാണ് ഓരോന്നും അല്ലേ. അപ്പോൾ അത് ഇവിടെ കൊടുത്തിരിക്കുന്ന മഹത് വ്യക്തികളുടെ കോഴ്സുമായിട്ട് യോജിച്ചു വരുന്നത് ഏതാണെന്ന് എഴുതണം. അവരുടെ പേര് അവിടെ എഴുതണം. നമുക്ക് ഓരോന്നും വായിക്കാം. We call upon all governments to fight against terrorism and violence. ഭീകരവാദത്തിനും അക്രമങ്ങൾക്കെതിരെ പോരാടാൻ എല്ലാ അധികാരികളോടും ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഏത് കോഴ്സുമായിട്ട് യോജിക്കും? വ്ളാഡിമിർ പുടിൻ്റെ ടെററിസം ഹാസ് നോ നാഷണാലിറ്റി, നോ റിലീജിയൻ. അടുത്ത് നോക്കാം. എ ഡീൽ ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ ആൻഡ് ദെയർ റൈറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും നിരക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ഏത് ഡീലാണെങ്കിലും അതിവിടെ സ്വീകാര്യമല്ല.
അതിവിടെ സ്വീകാര്യമല്ല, അസ്വീകാര്യമാണ് എന്ന് പറയുന്നു. അത് ആരുടെ കോട്സുമായിട്ടാണ് യോജിക്കുക? ജോർജ് കാളിൻ. ജോർജ് കാളിൻ്റെ വേർഡ്സ് നോക്കാം. മെൻ ആർ ഫ്രം എർത്ത്, വിമൻ ആർ ഫ്രം എർത്ത്, ഡീൽ വിത്ത് ഇറ്റ്. അടുത്തത്, we call upon our sisters around the world to embrace the strength within themselves. നമ്മുടെ ഉള്ളിൽ കഴിവുകളുണ്ട്, നമ്മുടെ സഹോദരിമാരുടെ ഉള്ളിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകളെ നമ്മൾ മുറുകെ പിടിക്കണം. പുണരണം എന്ന് പറയുന്നത്, സ്വയം പുണരണം എന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളുമായിട്ട് യോജിക്കും? ഹാരിയറ്റ് ടബ്മൻ. Always remember, you have within you the strength, the patience and the passion to reach for the stars to change the world. അടുത്ത് നോക്കാം. We want schools and education for every child's bright future. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എഡ്യൂക്കേഷൻ വേണം. നമുക്ക് സ്കൂളും വിദ്യാഭ്യാസവും പഠനവും ഒക്കെ ആവശ്യമാണ്. കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി നമുക്ക് സ്കൂളുകളും വിദ്യാഭ്യാസവും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും ആവശ്യമാണ്. ഇത് ആരുടെ വാക്കുകളുമായിട്ട് യോജിക്കാം? മണ്ടേല, നെൽസൺ മണ്ടേല അല്ലേ? എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദി വേൾഡ്. ഇനി ആക്ടിവിറ്റി 3 നോക്കുക. ആക്ടിവിറ്റി 3 ഇതുപോലെ തന്നെ ടെസ്റ്റ് നന്നായി വായിച്ചാൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ബിലോ. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഹൗ ക്യാൻ യു റീച്ച് മലാല? നമുക്ക് ആരുടെ അടുത്തെത്തണം? മലാലയുടെ അടുത്തെത്തണം. യു ക്യാൻ റീച്ച് മലാല ഓൺലി ഇഫ് യു ഗോ ത്രൂ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ഹെർ സ്പീച്ച്. നിങ്ങൾക്ക് മലാലയുടെ അടുത്ത് എത്തണമെങ്കിൽ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അറിഞ്ഞിരിക്കണം. മലാലയുടെ സ്പീച്ചിലുള്ള മലാല പറയുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവളുടെ അടുത്ത് എത്താൻ കഴിയുള്ളൂ. ഫൈൻഡ് യുവർ വേ. അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഓരോ വഴിയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് കറക്റ്റായിട്ടുള്ളത് വഴിയിലൂടെ പോയി അത് കണ്ടെത്തുക, മലാലയെ കണ്ടെത്തുക. ഇതാണ് അസൈൻമെൻ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിനെന്ത് വേണം? പുസ്തകം നന്നായി വായിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. കറക്റ്റായിട്ട് എത്തിയെങ്കിൽ now write down the correct statements that you found on your way to reach Malala. കറക്റ്റായിട്ട് മലാലയുടെ അടുത്തെത്താൻ സഹായിച്ച സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ 1, 2, 3, 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതുക. അടുത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എഡിറ്റിംഗ് ആണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. There are a few errors in it. They are underlined. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലൂ തന്നിട്ടുണ്ട്. എവിടെയാ തെറ്റെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യമില്ല. തെറ്റുകളെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത പാസേജ് വീണ്ടും റീറൈറ്റ് ചെയ്താനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ എഴുതുകയും വേണം. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ പുസ്തകത്തിൽ എഴുതിയാൽ പോരാ, നോട്ട് ബുക്കിലേക്ക് എഴുതണം. നോട്ട് ബുക്കിലേക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ കറക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യണം. എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ആ വാക്കാണ് തെറ്റിയിരുന്നത്, അത് കറക്റ്റ് ചെയ്താണെന്ന് മനസ്സിലാവുള്ളൂ. Read the passage given below. There are a few errors in it. They are underlined. Once upon a time there lived a lovely princess with fair skin and blue eyes. അപ്പോൾ അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് നോക്കുക, വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിൻസസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് കറക്റ്റ് ചെയ്ത് എഴുതണം. ഷീ വാസ് സോ ഫെയർ ദാറ്റ് ഷീ വാസ് നെയിംഡ് സ്നോ വൈറ്റ്. ഹെർ മദർ ഡൈസ് when Snow White was a baby and her father married again. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ പഠിച്ചതാണ്. V1, V2, V3 വെർബുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. മറന്നു പോയവരുണ്ടെങ്കിൽ ആ ലിങ്ക്, ടീച്ചറുടെ തന്നിരിക്കുന്ന ലിങ്ക് ഒന്നും കൂടി നോക്കുക, എന്നിട്ടത് കറക്റ്റ് ചെയ്യുക.
Her mother dies when Snow White was a baby and her father married again. This queen was very pretty, but she was very cruel also. The wicked stepmother wanted to be the more beautiful lady in the kingdom, and she would often ask her magic mirror, "Mirror, mirror on the wall, who is the fairest of them all?" And the magic mirror would say, you are, Majesty." But one day the mirror replied, "Snow White is the fairest of them all." The wicked queen was very angry. "What a fair lady is Snow White." അവിടെ ശ്രദ്ധിച്ചോളണം, ഇതിനു മുമ്പ് നമ്മളത് പരിചയപ്പെട്ടിട്ടുണ്ട്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് പരിചയപ്പെട്ടു കഴിഞ്ഞു ഫസ്റ്റ് യൂണിറ്റിൽ. അപ്പോൾ അത് നിങ്ങൾ മറന്നുപോയവരുണ്ടെങ്കിൽ ഒന്നും കൂടി എടുത്ത് കാണുക. പുസ്തകം നോട്ട് ബുക്കിൽ അതൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മറച്ചു നോക്കുക, എന്നിട്ട് ഇവിടെ കറക്റ്റ് ചെയ്യുക. She became jealous of Snow White and ordered her herdsman to take Snow White to the forest and kill her. "I want you to bring back her heart," she ordered. But when the herdsman reached the forest with Snow White, he took pity on her and set her free. He killed അവിടെ എന്താ വരിക ശ്രദ്ധിച്ചോണം. He killed a deer അല്ലേ? അപ്പം എന്താ അവിടെ കറക്ഷൻ ഏതാണെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളാം. He killed a deer and took its heart to the wicked queen and told her that he had killed Snow White. Snow White wandered in the forest all night crying. ഇതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ നോക്കുക. പ്രിൻസസ്, ഡൈസ്, മോർ ബ്യൂട്ടിഫുൾ, ദ ഓൾഡ്, വാട്ട് എ ഫെയർ ലേഡി ഈസ് സ്നോ വൈറ്റ്, ഡിയർ. അതൊക്കെ നോക്കുക, ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. നിങ്ങളത് കറക്റ്റ് ചെയ്ത് എഴുതുക. ഇതും അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. ഇത്രയാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങൾ. ഇത് നന്നായി ചെയ്യുക, നോട്ട് ബുക്കിലേക്ക് എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.